ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പഴംപൊരി ചെയ്തെടുക്കാം എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി കൂടിയാണ്. നമ്മൾ ഈ പഴംപൊരിയിൽ സോഡാപ്പൊടി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും തന്നെ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ. പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം 2ആയിട്ട് മുറിച്ചിട്ട് വീണ്ടും അതിന് 4 ചെറിയ പീസായിട്ട് മുറിക്കുകയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വലിയ പീസായിട്ടാണ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പഴമൊക്കെ നമുക്ക് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ദോശമാവാണ്. അധികം പുളിയില്ലാത്ത ദോശമാവാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. സോഡാപ്പൊടിയൊന്നും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല, പകരം നമ്മളിവിടെ ദോശമാവാണ് ഉപയോഗിക്കുന്നത്. ദോശമാവ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പഴംപൊരി എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അതായത് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറമെ നല്ല ക്രിസ്പി ആയിട്ടും തന്നെ ഇരിക്കും. നമുക്ക് പഴംപൊരിയിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതേപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു നുള്ളുപ്പ് തന്നെ മതിയാകും, അത് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ഏലക്ക പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കളറിൻ്റെ ആവശ്യമൊന്നുമില്ല, മഞ്ഞൾപ്പൊടി തന്നെ ധാരാളം. പിന്നെ ദോശമാവിന് പകരം നിങ്ങൾക്ക് പുളിയില്ലാത്ത തൈര് 1.5 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അധികം ലൂസാവാനും പാടില്ല, അതേപോലെ തന്നെ അധികം കട്ടിയാവാനും പാടില്ല. നമുക്ക് ചീനച്ചട്ടി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും മാവിൽ മുക്കി ഓരോ പഴംപൊരി ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ പഴംപൊരിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ പഴംപൊരിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം. ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴംപൊരിയിൽ ഒട്ടും തന്നെ എണ്ണ പിടിക്കില്ല, അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ ഞങ്ങളെ അറിയിക്കണേ. ഇതുപോലെ നമ്മൾ ഒത്തിരി വീഡിയോസ് ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പീസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള വീഡിയോസ് കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.